ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ്. അത് ഒരിച്ചിരി നല്ല ബീഫ് കിട്ടി, ഇച്ചിരി കപ്പയും കിട്ടി. എന്നാൽ ഒരു കപ്പ ബിരിയാണി വെച്ചാലോ എന്നോർത്ത് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി, ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് നുറുക്കണം. അപ്പോൾ ഇച്ചിരി വലിയ കഷ്ണമാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് നുറുക്കണം. ഇവിടെ ആർക്കും വലിയ കഷ്ണം പറ്റത്തില്ല. നമ്മളെല്ലാം നുറുക്കി കഴുകി വാരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇച്ചിരി തക്കാളിക്കായും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ എടുത്ത് നമ്മൾ കുക്കറിനകത്തോട്ടിട്ട് ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കും. നമ്മൾ ഈ തക്കാളിക്ക നേരത്തെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തക്കാളിക്ക കൂടി ഇട്ട് വേവിക്കുവാണെങ്കിൽ ഇറച്ചിക്ക് നല്ല സോഫ്റ്റ് കിട്ടും. ഇപ്പം ഞങ്ങളിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒന്നുകൂടെ കറിക്ക് ഒരു ഇച്ചിരിയുടെ രുചി കിട്ടും ചെറിയ ഉള്ളിയാകുമ്പോൾ. അതിന് ചെറിയ ഉള്ളിയും തക്കാളിക്കായും കറിവേപ്പിലയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു പത വന്ന് പോകുന്നിടം വരെ നമ്മൾ അടുപ്പിൽ വെച്ച് വെറുതെ ഒന്ന് തിളപ്പിക്കും. മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒരു തിള വന്ന് ഒരു 2-3 തിള വന്ന് കഴിയുമ്പോഴേ നമ്മളിത് കുക്കർ അടയ്ക്കത്തുള്ളൂ. ഇത് ആലപ്പുഴയിലും കോട്ടയവും കൂടെ ഉള്ള ഒരു മിക്സ് ചെയ്ത ഒരു സ്റ്റൈലിലാണ് നമ്മളിത് വെക്കുന്നത്. സാധാരണ ആരും ബീഫ് കറി വയ്ക്കുമ്പം അടുപ്പത്ത് വെള്ളം ഒഴിച്ചല്ലല്ലോ വെക്കുന്നത്. അത് കാരണമാണ് ഞാനത് പറയാഞ്ഞത്. വെള്ളം ഒഴിക്കാതാണ് നമ്മൾ വെക്കുന്നത്. അപ്പം തിളച്ച് തന്നെ ആ ബീഫിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി കഴിയുമ്പം വേണം നമ്മളിത് അടച്ച് വെക്കാനായിട്ട്. അടച്ച് വെച്ച് കഴിയുമ്പം നമ്മൾ വിസിലടിക്കുമ്പം ചീറ്റിയാലും അതിൽ നിന്ന് ഈ തെറിച്ച് അടുക്കളയ്ക്കകത്തോ പാത്രത്തിലോ മൊത്തം ആകത്തില്ല. അതിനാണ് നമ്മൾ 2-3 തിളച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് വെക്കുന്നത്. നമ്മുടെ ബീഫ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാനൊരു തുള്ളി വെള്ളം പോലും വെക്കാതെ വെച്ചതാണ്. നമ്മുടെ ബീഫിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. ഇപ്പം ബീഫിനെ കാട്ടി മേളിൽ വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ചീറ്റി വരും. കുക്കർ ചീറ്റുമ്പോൾ ഇത് തെറിച്ച് 4 വശം ആകാതിരിക്കാനാണ് അതങ്ങനെയൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുന്നത്. അടച്ച് വെച്ചിട്ട് ഇനി വിസിൽ വന്ന് കഴിയുമ്പം വിസിലടിച്ച് കഴിഞ്ഞാലും നമുക്ക് തെറിച്ച് 4 വശം ആകത്തില്ല, പാത്രത്തിൽ മൊത്തം ആകത്തില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ. എന്നിട്ട് നമുക്ക് അടുത്തത് കപ്പ വൃത്തിയാക്കാം. കപ്പയെല്ലാം പൊളിച്ച് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് നമുക്ക് കപ്പ വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി അവിടെ റെഡിയാകും. നമ്മൾ ഇവിടെ ഒത്തിരി കപ്പ വാങ്ങിച്ചിട്ടില്ല, ഒരു 2 കിലോ കപ്പയെ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അത് കാരണം നമ്മൾ ഒരു 2-3 പേർക്ക് കഴിക്കാം. അതിനുള്ളത് മേടിച്ച് നമ്മൾ തൽക്കാലം വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആദ്യം കുറച്ച് വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നല്ലതാകുവാണെങ്കിൽ പിന്നെ വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ കുറച്ച് കപ്പ എടുത്തത്. അപ്പോൾ കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം, എന്നിട്ട് അരിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ കപ്പ നുറുങ്ങ് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൽ ക്ലീൻ ചെയ്യാൻ പാടാം. ഇപ്പം വലിയ കപ്പയാകുമ്പോൾ നമുക്ക് നല്ലപോലെ അതിൻ്റെ ചെളി അഴുക്കും. എന്താണെന്ന് വെച്ചാൽ മണ്ണിനകത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്ന ചെളിയെല്ലാം അതുപോലെ കാണും. നമ്മൾ പൊളിക്കുന്ന ഉടനെ കയ്യേന്നും ചെളി അതിലോട്ട് പറ്റും. അന്നേരം വൃത്തിയായിട്ട് കഴുകാനായിട്ട് കപ്പ പൊളിച്ച് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ചെളി മൊത്തം കപ്പയിൽ നിന്ന് പോയിട്ട് നല്ല ക്ലീനായി കിട്ടും. എന്നിട്ട് കപ്പ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഒന്നുകൂടെ കഴുകിയിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അരിഞ്ഞിട്ട് നല്ല കപ്പയാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിന്ന് ഇവിടെ ചുങ്കത്തുനിന്ന് വാങ്ങിച്ചതാണ് കണ്ടപ്പം. ബീഫും മേടിച്ചപ്പോൾ എന്നാൽ ഇച്ചിരി കപ്പ ബിരിയാണി വെക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം ഞാൻ ഇച്ചിരി ചെറുതായിട്ടാണ് അരിയുന്നത്. ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ വെന്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കപ്പ ബിരിയാണിക്ക് കുഴഞ്ഞിരിക്കണം. ഇതിപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഇങ്ങനെ തന്നെയാണോ വെക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും നമ്മൾ വാങ്ങിച്ച് കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് അത് ഒന്ന് പരീക്ഷിക്കാമെന്നോർത്ത് നമ്മളൊരു പരീക്ഷണാർത്ഥം വെക്കുന്നതാണ്. ഇതിൻ്റെ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മളുടെ ഈ ചെറിയ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീട്ടിൽ ഒരു കപ്പ ബിരിയാണി വെച്ച് കഴിച്ചാൽ എന്താണെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്ന് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഒരു കപ്പയുടെ നുറുക്കിൻ്റെ അകത്തെ ആ പൊടിയൊക്കെ ഒരു കട്ട് പോലെ നിൽക്കത്തില്ല. അത് കാരണം നമ്മളത് നല്ലപോലെ ഒന്നുകൂടെ കഴുകി വാരി വേണം എടുത്ത് വെക്കാനായിട്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പിടണം. മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി നമുക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നല്ലപോലെ കളറുള്ളതാണെങ്കിൽ അങ്ങ് ഇടാം. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ കപ്പ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് തൂകിയിട്ട് ഞാനത് തുറന്ന് വെച്ചാലെന്നൊരു ഇവിടെ എല്ലാം മൊത്തം ആകുക. അപ്പം തിളച്ച് തൂവിയ പാത്രത്തിൽ മൊത്തം ആകുന്ന കാരണം ഞാനത് തുറന്ന് വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. കപ്പ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ബീഫ് അവിടെ എന്താണെന്ന് അറിയത്തില്ല. ഞാനതിന് 5 വിസിലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റേതെല്ലാം ഒന്ന് മാറ്റി വാർത്ത് വെച്ചിട്ട് വേണം നമുക്കത് കടുക് താളിക്കാനായിട്ട്. അപ്പോൾ കപ്പ ഏതാണ്ട് ഒരു പരുവം വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞ് വരാൻ പരുവത്തിനായിട്ടുണ്ട്. നല്ല വേകുന്ന കപ്പയായിരുന്നു. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടി എന്തായാലും. ഇനി നമുക്കതൊന്ന് വാർത്തിട്ട് കപ്പ വാർത്തെല്ലാം ഒന്ന് കുഴച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബീഫിൻ്റെ എന്തായെന്ന് നോക്കാനായിട്ട്. കപ്പ ഇനിയൊന്നും എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇതേ പിടിച്ച് തന്നെ വാർക്കാൻ എനിക്ക് പേടിയാണ്. എന്നാലും അത് ചെയ്യാം. എന്താ വെച്ചാൽ കൈ പൊള്ളുവോ. എൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ട് നാളൊരു വട്ടം കപ്പ ഞാൻ വേവിച്ചപ്പോൾ ഇങ്ങനെ വാർത്തപ്പോഴേ. അത് കാരണം എനിക്കിപ്പോൾ ഒരു ചെറിയ ഭയമുണ്ട്. ഭയന്ന് നമുക്കങ്ങനെ മാറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കപ്പ അങ്ങ് വാർത്തെടുത്തിട്ട് നല്ലപോലെ ഇടിച്ച് കുഴയ്ക്കണം. അത് ഇടിച്ച് കുഴയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. നല്ലപോലെ വെന്തിട്ടുള്ള കപ്പയാണ്, അത് കാരണം പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. ഇപ്പോൾ തന്നെ അത് നല്ലപോലെ 2 തവി വെച്ചൊന്ന് കുത്തിയപ്പോൾ തന്നെ അത് കുഴഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ബീഫിൻ്റെ ഇത് നോക്കണം. ഇത് ബീഫും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം രണ്ടും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊക്കെ ചൂട് തട്ടുന്നുണ്ട് കയ്യിലോട്ട്. എന്നാലും സാരമില്ല, നമ്മളെല്ലാം നല്ല നല്ല പൊടി പോലുള്ള കപ്പയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ പരുവത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് വെക്കാനുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഇനിയൊന്ന് കടുക് താളിച്ചിട്ട്
വെക്കണം. അതിന് നമ്മൾ ആദ്യം ചട്ടി എടുത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കടുക് താളിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് 2 കറുകപ്പട്ടയും ഒരു ശകലം പെരുംജീരകവും കൂടെ ഇട്ടൊന്ന് ചൂടാക്കും. നമ്മളത് ഒരു ടേസ്റ്റിന് വേണ്ടി ചെയ്യും. നമ്മൾ വേറെയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്. നാടൻ മസാല മാത്രമേ ഇടുന്നുള്ളൂ. അത് കാരണം 2 കറുവപ്പട്ടയും ഒരു 2-3 പെരുംജീരകവും കൂടെ ചേർക്കുകയാണെന്നൊരു ഒന്നുകൂടെ ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇടുന്നില്ല, പെരുംജീരകത്തിൻ്റെ പൊടി തന്നെയാണ് ഇടുന്നത്. അതും പിന്നെ കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ സവാള വഴണ്ട് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ചേർക്കുകയുള്ളൂ. സവാളയ്ക്കകത്ത് ഒരു ശകലം ഉപ്പിടണം, എന്നാലല്ലേ പെട്ടെന്ന് സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. സവാളയ്ക്കകത്ത് ഉപ്പിട്ട് നമ്മൾ ഒരു ഇച്ചിരി നേരം ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടൊരു ബ്രൗൺ കളറാകുന്നിടം വരെ നമ്മളത് ഒന്ന് വഴറ്റിയെടുത്തെങ്കിൽ ആ സവാളയുടെ ഒരു മധുരം അങ്ങോട്ടും പോകുകയുള്ളൂ. അല്ലെങ്കിൽ സവാളയ്ക്കൊരു മധുരം ആയത് കാരണം ഇറച്ചിക്കൊരു മധുരം വരും. അത് കാരണം നമ്മൾ സവാള നല്ലതുപോലെ വഴറ്റിയേ എടുക്കുകയുള്ളൂ. അപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അന്നേരം ഇനി നമ്മുടെ മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടതിന് ശേഷം വേണം ഈ മസാലക്കൂട്ട് അതിനകത്തോട്ട് ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചയ്ക്ക് മാറാൻ വേണ്ടിയിട്ട് മാത്രം, ഒത്തിരി അങ്ങ് മൂക്കണ്ട. അതൊന്ന് പച്ച മാറിക്കഴിഞ്ഞതിന് ശേഷം വേണം ഈ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ മസാല നമ്മളൊന്നും മേടിച്ച് ചേർക്കത്തില്ല. പൊടിച്ചെടുക്കുന്ന മസാലയെ എടുക്കുന്നുള്ളൂ. അതിന് പകരം നമ്മൾ കറുവപ്പട്ടയും നമ്മുടെ പെരുംജീരകവും ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ കടുക് വറക്കാനായിട്ട് ചേർത്തത്. ഇനി ഈ മസാലക്കൂട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല മുളക് പൊടി ഒന്ന് മൂക്കണം. ആ മുളക് പൊടിയുടെ ആ പച്ചപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മുളക് പൊടി നല്ലപോലെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടൊന്ന് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇതിനകത്തോട്ട് ഇച്ചിരിച്ചേ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം. ഈ ബീഫിൻ്റെ വെള്ളം അതിൻ്റെ അകത്ത് തന്നെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് പറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതിനകത്തേക്ക് ബീഫ് ഇടേണ്ടതുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി ചാറായി. ഇപ്പോൾ നമുക്കൊരു തിക്ക് പരുവത്തിന് വേണം. എന്താ വെച്ചാൽ നമ്മുടെ കപ്പ ബിരിയാണിക്കകത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ആ ഒരു മറ്റേ ബീഫ് റോസ്റ്റ് പോലെ കിട്ടാൻ ആ ഒരു പരുവം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇറച്ചി വേവിച്ചേക്കുന്നതിനകത്ത് വെള്ളം മൊത്തം ഇച്ചിരിച്ച് ഒഴിച്ചൊഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ അധികം വെള്ളം ഇതിനകത്ത് ഇല്ലാത്ത കാരണം നമ്മളത് മൊത്തത്തിലങ്ങ് കുടഞ്ഞിട്ട് അതിനകത്തിട്ട് ഇനി ബീഫിനകത്ത് നല്ലപോലെ ഒന്ന് മസാല പുരട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മൾ മസാല ഇറച്ചിയിലെല്ലാം ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇറച്ചി നല്ലപോലെ ഒന്ന് അതിലൊന്ന് തിളപ്പിച്ച് ഇച്ചിരിയുടെ വെള്ളം ഒന്ന് പറ്റിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളകും എല്ലാം ചേർത്താണ് വേവിച്ചത്. എന്നാലും നമ്മൾ കുറച്ച് നേരം അതൊന്ന് വെച്ച് ആ ഗ്രേവി എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വേവിച്ചാൽ മതി. വേവിച്ച് വെച്ച് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിനി കപ്പ ബിരിയാണി ആക്കാനായിട്ടിത്. അതിനായിട്ട് നമ്മൾ വേറെ പാത്രമൊന്നും എടുക്കത്തില്ല. നമ്മളിപ്പോൾ ഇറച്ചി വേവിച്ച
കുക്കറിനകത്തോട്ട് തന്നെ നമുക്കങ്ങ് ഈ കപ്പയും ഇറച്ചിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അതിന് വേറൊരു പാത്രം എടുത്തിട്ട് വെറുതെ എന്തിനാ നമ്മൾ ഒരു പാത്രവും കൂടെ കഴുകുന്നത്, അതിൻ്റെ ഒരു മടിയാണെന്ന് കൂട്ടിക്കോ. അപ്പം നമുക്ക് ആ കുക്കറിനകത്ത് എല്ലാം കൂടെ നമ്മളിപ്പം വെക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി സവാള അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും തക്കാളിക്കായും എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. എല്ലാവരും കഴിക്കുന്നു, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു, അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പരീക്ഷിക്കുമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ കാണുമല്ലോ നമുക്ക്. അപ്പോൾ ഇത് ആദ്യത്തതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇനി ബാക്കി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് ഇപ്പുറത്ത് കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മളൊരു ശകലം ഒരു തവി എടുത്തതേ ഉള്ളൂ കറി ഇതിൻ്റെ അകത്തോട്ട് ഇടാനായിട്ട്. കപ്പ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇങ്ങോട്ട് എടുത്തേക്കുക. അപ്പം മറ്റേത് അവിടെ ഇരുന്ന് തിളച്ച് പറ്റിക്കോട്ടെ, നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഇച്ചിരി ചില ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കപ്പ നല്ലപോലെ മിക്സ് ചെയ്യണം. കപ്പയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിക്കായും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അടുപ്പിൽ ചെറിയ തീ കൊടുക്കണം. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഇനി നമ്മുടെ കപ്പ എല്ലാം കുഴച്ച് റെഡിയായിട്ട് നമുക്കിത് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മൊത്തം എടുക്കുന്നില്ല, ഇപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. നമ്മൾ ആവശ്യത്തിന് ഒരു പാത്രത്തിൽ ഇച്ചിരി എടുത്തെല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇച്ചിരി സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേറെ. അപ്പോൾ ആ സവാളയും എല്ലാം കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്കിതിനകത്ത് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി സവാള എല്ലാം കൂടി ഇട്ട് ഒന്ന് നമ്മുടെ രീതിയിലൊരു അലങ്കോലപ്പണി വേണമെങ്കിൽ അങ്ങനെയും പറയാം, ഗാർണിഷ് എന്നും പറയാം. അപ്പോൾ നമ്മുടെ അലങ്കോലപ്പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക.